നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ശരി ശരി, ഓക്കെ ഓക്കെ. ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ആ അയ്യേ, ഇതാണോ ഹൗസ് ബോട്ട്? ഏതാടെ അഹങ്കാരി? ഈ പെണ്ണിന്റെ ബർത്ത്ഡേ ബ്രോ ഹൗസ് ബോട്ടിൽ ആഘോഷിക്കുന്നേ. ഹൗസ് ബോട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചതാ. ഇതൊരുമാതിരി കണ്ടം ചെയ്യാറായ സർക്കാർ ബസ് വെള്ളത്തിലിറക്കിയിട്ട പോലെ. വൈഷ്ണവേ, എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ ഹൗസ് ബോട്ടിനെ പറഞ്ഞോണ്ടല്ലോ. അവര് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് അങ്ങ് പോട്ടെ. നമ്മൾ എന്തിനാ അവരുടെ അഭിപ്രായത്തിന് മറുപടി പറയാൻ പോണേ? മോനെ വിഷ്ണു, എന്താച്ചാ വേറെ ഹൗസ് ബോട്ട് ഒന്നും കിട്ടാനില്ലേ ഇവിടെ? അതിപ്പോ എന്താ അറിയോ, സീസൺ അല്ലച്ചാ. പിന്നെ എല്ലാം ബുക്കിംഗ് അനുസരിച്ചിട്ടുള്ള ഓട്ടത്തിലാ. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ കൂടുതലും കായൽ റാണി ഗ്രൂപ്പിന്റെയാ. ആ ജഗദീപ് പറഞ്ഞോണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ബോട്ട് സംഘടിപ്പിച്ചു തന്നതാ. എടി, തൽക്കാലം ഇതുകൊണ്ടൊന്ന് സമാധാനിക്കടി. അത്യാവശ്യം വലുതാ. ആ കേറിക്കോ കേറിക്കോ. ആ വാ വാ വാ. അത് ഗോപാലേട്ട, ഇത് പിടിച്ചോ. അയ്യോ എന്റെ അമ്മേ. ഇത്രയേ ഉള്ളൂ. പിടിക്കണോ? വേണ്ട. ഓ ആ കേറിക്കോ കേറിക്കോ. രാജീവ് സാറേ, ഒന്ന് കൈ പിടിക്ക് രാജീവ് സാറേ. ആ ഈ കൈ പിടിച്ചോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ വേണ്ട. അച്ഛാ, എന്നെ ഒന്ന് പിടിച്ച് കേറ്റച്ചാ. ഹ, ഈ മോന്റെ കൈ പിടിച്ച് കേറിക്കോ മോളെ. ഇവരൊക്കെ ആകുമ്പോ ഇവിടെ നല്ല പരിചയമുള്ളവരല്ലേ. ദേ പിടിക്കുന്നുണ്ടോ? ബോട്ട് എടുക്കണം. എന്താ മോളെ? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ, അച്ഛൻ എന്നെ കൈ പിടിച്ച് കയറ്റിയാ മതിയെന്ന്. പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടാൻ അവസരം നോക്കി നടക്കും ഓരോരുത്തന്മാര്. അയ്യോ ഞാനൊന്നും ചെയ്തില്ല സാറേ. ഈ കുട്ടി വീഴാൻ പോയപ്പോ പിടിച്ചതാ. എന്താ എന്താ ഇവിടെ? അതൊന്നും ഇല്ലടാ. ബോട്ടിൽ കയറാൻ പോയപ്പോ ശ്യാമയൊന്ന് വീഴാൻ പോയി. അപ്പൊ അവനൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. ബോട്ടും വെള്ളമൊക്കെ ആവുമ്പോ ഇതൊക്കെ പതിവല്ലേ. എന്താ നിന്റെ പേര്? ദീപക്. കായൽ റാണി ഗ്രൂപ്പിന്റെ ഓണർ അരവിന്ദ് സ്വാമിനാഥനോട് പറഞ്ഞ് നിന്റെ പണി തീർപ്പിക്കണോ? അയ്യോ വേണ്ട സാറേ, ഞാൻ മര്യാദയ്ക്കൊക്കെ നിന്നോളാം. കുടുംബം പ്രാരാബ്ദമൊക്കെ ഉള്ളതാ സാറേ. ഒരുപാട് വിളച്ചെടുക്കല്ലേ. വിട്ടേക്ക് വിഷ്ണു, ബോട്ട് എടുക്കാൻ പറ മോനെ. ബോട്ട് ജോലിക്കാരനായിരുന്നല്ലേ? പേശവും മട്ടുമൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി കായൽ റാണിയുടെ മുതലാളിയുടെ മോനായിരിക്കും. ശ്യാമോക്കോ? അല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാ. തൽക്കാലം ഞങ്ങളില്ല മോളെ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ടിങ്ങനെ നിക്കട്ടെ, അല്ലേ സാറേ? ഓ, മൊത്തം കപ്പിൾസ് ആണല്ലോ. നമ്മൾ
നമ്മള് വല്ല സെൽഫി എടുത്തോളാം. ആ, നിക്ക്. ഓ, അയ്യോ നീ പോയ ഒരാളെ കണ്ടുപിടിക്കടി. വിനോദസഞ്ചാര കേന്ദ്രമല്ലേ, നല്ല ചുള്ളന്മാര് പയ്യന്മാരൊക്കെ കാണും. നമ്മളില്ലേ ഉള്ള മനസമാധാനം കൂടി കളയാൻ. പോട്ടെ. നേരാണോ സാറേ അവള് പറഞ്ഞത്? ഏ? അല്ല, ഈ കല്യാണം മനസമാധാനം കളയുമെന്ന് സാറൊരു അനുഭവസ്ഥനാണല്ലോ. ഒരു പരിധിവരെ അതെ. കുറച്ച് കൂടുതൽ ബാധ്യതകള് നമ്മുടെ തോളിലേക്ക് വന്നു ചേരും. പങ്കാളി, കുട്ടികള്, അവരുടെ ജീവിത ചെലവുകള്, അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയം, അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ബാധ്യതകള്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ ആ ബാധ്യതകൾ ഒരു സുഖമാണോ? സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിഹരിച്ചിട്ട് ഒന്ന് വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെങ്കിലോ? അന്ന് വരെ നമ്മൾ ഇടപെട്ടിരുന്നവർക്കും അന്ന് നമ്മളെ പോലെ തിരക്കായിരിക്കും. തിരക്കുകൾ അസ്തമിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നാ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. രോഗക്കിടക്കയിലെ ഒരു സന്ദർശനം, സാരമില്ല എല്ലാം ശരിയാവുമെന്ന് കൈപിടിച്ചമർത്തി ഹൃദയത്തോട് മന്ത്രിക്കുന്നത്. ഇതൊന്നും പണം കൊടുത്തു മൂടിയാലും ഒരു ഡോക്ടർക്കോ ഹോസ്പിറ്റലും തരാൻ കഴിയത്തില്ലടോ. ഇന്ന് ഞാൻ കണ്ടതിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്നറിയോ ഇയാൾക്ക്? നോക്ക്. ഇന്നവരനുഭവിക്കുന്ന മനസമാധാനവും ശാന്തിയും ലോകത്ത് മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം തിരികെ കിട്ടുന്നതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുമില്ല. ഈ കൈവെള്ളെന്ന് ചോർന്നുപോയ ദാഹജലം തനിയെ വന്ന് നിറയുന്ന പോലെ അത്. ജീവിത സായനത്തിലേക്ക് എത്തുമ്പോ ഭാര്യ ഭർത്താക്കന്മാര് നല്ല കൂട്ടുകാരാണോ? ദാമ്പത്യം പോലും അവിടെ ഒരു പ്രധാനമല്ല. കരയുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സന്തോഷം പങ്കുവെക്കാൻ, തഴയപ്പെടുന്ന ഇടങ്ങളിൽ തുണയായി നിൽക്കാനുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ. ഈ ലോകം മുഴുവൻ ജയിക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും ശവമഞ്ചത്തിൽ തന്റെ 2 കൈകളും പുറത്തേക്കിട്ടു. എന്തിനാ? മരിക്കുമ്പോ താനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതിനേക്കാളും ഭാഗ്യവാന്മാരാണോ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാര്? സ്വർഗത്തിൽ ചെന്ന് അവർക്ക് ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് പറയാം, അല്ലയോ ദൈവമേ, അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ ഞാൻ ഭാഗ്യവാനാണ്, സമ്പന്നനാണ്. കാരണം എനിക്ക് വേണ്ടി വേദനിക്കാൻ ഒരു ഹൃദയം ഇപ്പോഴും ഭൂമിയിൽ തുടിച്ചുകൊണ്ടിരിപ്പുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.